ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. ഓണമൊക്കെ അല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇഞ്ചി തൈരിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് 1 കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ, ഒരു 2 കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണമാണ്, ഒരു 3 പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അരപ്പെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഈ ഇഞ്ചിയുടെ മണമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. ഇഞ്ചി തരുന്ന പേര് തന്നെ അങ്ങനെയല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കില്ല, തൈര് ചേർത്താണ് അരച്ചെടുത്തിട്ട് വരാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട തൈരാണ് കേട്ടോ ഇത്. ചെറുതായിട്ടൊന്ന് ഉടക്കുക, കട്ട ആയതുകൊണ്ടേ. നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം. അതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് ഇട്ട് നോക്കുക, കൂടിപ്പോയാൽ ശരിയാകത്തില്ല. മിക്സ് ചെയ്യണം. ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി, നല്ല കറക്റ്റായിട്ട് ഉപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. നല്ല പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഉണക്കമുളക് ഇട്ടു. ഉണ്ടുമുളകാണ് കേട്ടോ. മുളകൊന്ന് മുട്ട് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇത്രയേ ഉള്ളൂ. നമുക്കിനി ആ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.